ഹലോ. സാറേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വന്തമായിട്ട് പ്രാണായാമം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ സാറിന്റെ അടുത്ത്. ആ, ഓർക്കണില്ല. ആ, ഞാൻ ആ. പലരും വിളിക്കണോണ്ടേ. അപ്പൊ ആ പറഞ്ഞു. ബുക്ക് ഞാൻ വായിച്ചു നോക്കി. അപ്പൊ അതില് സ്വന്തമായിട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു ഗുരു വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൽ എഴുതിയേക്കണത്. എനിക്ക് ഒരുപാട് റോങ് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ശരീരത്തൊക്കെ. ഉം, ഉം, ഉം. അപ്പൊ മെന്റലി ഞാൻ അത്ര ഫിറ്റ് അല്ല ശരിക്കും പറഞ്ഞ. അത് ഈ പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയിട്ടാണോ മെന്റലി ഇതാവാൻ തുടങ്ങിയത്? ഞാൻ വെച്ചാൽ കൊറോണ ടൈമിന് ഞങ്ങള് കുടുംബമായിട്ട് ഒന്നിച്ചൊക്കെ ഇരുന്ന് ചെയ്യുമായിരുന്നു ആ ടൈമിനുള്ള ഇതിലേ. ഉം, അപ്പൊ അതിന്റെ ഇതിങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അത്ര ഇതായിട്ടുള്ള പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിരൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് അടുത്ത മൂക്കിൽ കൂടെ വിടും, ഉം, ഉം, അടുത്ത മൂക്കിൽ കൂടെ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ കൂടെ വിടും, ഉം, ഇടപിങ്കള ഇങ്ങനെ ചെയ്യും. ഉം, പിന്നെ സാറ് ഒരു ഇതിൽ പറയണെന്ന് ഇങ്ങനെ വെറുതെ ശ്വാസം എടുത്തിട്ട് ഉം, സെക്കൻഡ് വിരലിൽ എണ്ണീട്ട് ഒരു 5 സെക്കൻഡ് ഉം, അഞ്ച് ഇത് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പിന്നെ വിട്ടു നോക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഉം, പക്ഷെ അത് അപ്പൊ ആ ജോലി ഇതൊക്കെ ഇതായിട്ട് അങ്ങനെ തിരക്കില്ലാതെ അത്ര ഇതാണ്. ഇപ്പൊ ഞാൻ ജോലി കുറച്ച് ആയിട്ട് പോകുന്നില്ലേ. ഉം, അപ്പൊ അതിന്റെ ടെൻഷനും ഇതും ഒക്കെ കൂടെ ആയിരിക്കും. മെന്റലി ഞാൻ അത്ര ഫിറ്റ് അല്ല. അപ്പൊ ഉം, ഇതെങ്ങനെ ഇത് ചെയ്യാൻ പറ്റും സാർ? അതാണ് ചോദിക്കും. ഉം, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് പഠിച്ച് അല്ല ചെയ്യാന്നെ. സാറിന് പിന്നെ അതെ. നമ്മള് പഠിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ആ, ഏഹ്, അതാണ് ചോദിക്കാം. അത് എന്താ വെച്ചാല് നമ്മളിപ്പോ പ്രാണായാമത്തിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ പുസ്തകങ്ങളിലൊക്കെ പറയുമെങ്കിലും ആ, പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഏഹ് ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടതാണ്. പക്ഷെ അതൊക്കെ എന്നാലും പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോ ആൾ ഓരോ ആളുകളുടെയും ഓരോ നാഡികളിലാണ് പിന്നെ പ്രശ്നം ഉണ്ടാവുക. ചില നാഡികളിലാണ്. ആ, അത് അത് ഡയഗ്നോസ് ചെയ്യണം. എന്നിട്ട് എന്നിട്ട് വേണം അവർക്ക് ഉള്ള പ്രത്യേക പ്രാണായാമങ്ങൾ അവരെ കൊണ്ട് ചെയ്യണം. പിടുത്തം. ആ, അപ്പോഴേ ആ പിടുത്തം വിടുകയുള്ളൂ. ആ, സാധാരണ ആ. ഇപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ ഓരോ ആളുകൾക്കും ചെയ്യേണ്ട പ്രാണായാമം ഏതാണെന്ന് നമുക്ക് ഒരു ഗ്രന്ഥത്തിലും പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ, പക്ഷേ നമ്മളത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ വീണ്ടും അടിയിൽ അതിൻ്റെ ആഴത്തിൽ ആ, മറ്റ് പല ശാസ്ത്രവും ഉണ്ട്. ഏ ആ, അവ പിന്നെ കുറച്ചുകൂടി നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രാണായാമം പഠിക്കാവൂ. അതെ അതെ അതെ. എന്നാലാണ് മറ്റേ എനിക്കിപ്പോ റിസൾട്ടൊക്കെ കിട്ടും. സാറിന്റെ നമ്മൾ സ്വയം സാറ് ചെയ്യുമ്പോഴും റിസൾട്ട് ആ, കിട്ടും. ആ, പക്ഷേ ഈ ഉള്ളിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള അതെ അതെ. അതല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉം. അപ്പോൾ നമുക്ക് ഈ അഗ്രവേറ്റ് ചെയ്യും ഉള്ള അതെ അതെ. പ്രശ്നങ്ങൾ. എനിക്കിപ്പോ സാറ് ഇന്നലെ പിന്നെ ഞാൻ ഒരു ഇതിട്ടിരുന്നല്ലോ, ഈ ഉം. പേടി മാതിരി ഒരു ആ, ആ, ഈ ഉറക്കക്കുറവില്ല, അത് കറക്റ്റ് ആയിട്ട് നടക്കാറുണ്ട്. പക്ഷെ മറ്റുള്ള സാറ് പറഞ്ഞ അതിലെല്ലാ കാര്യങ്ങളും എനിക്ക് ബാധകമാകണുണ്ട്. അതൊക്കെ അതാണ്. അതെന്താ ഒന്ന് വെച്ചാല് നിലവിലുള്ള പ്രശ്നങ്ങൾ ആ, അഗ്രവേറ്റ് ചെയ്യും. ചില ആ, ചില പ്രാണായാമങ്ങൾ ചെയ്താൽ. ആ, മനസ്സിലാവുന്നുണ്ടോ? അതെ അതെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെ പ്രാണായാമത്തെക്കുറിച്ച് അറിഞ്ഞു വരുംതോറും നമ്മളത് ആഴത്തിൽ ആ, മനസ്സിലാക്കി ചെയ്യേണ്ട ഇതിപ്പോ സാഹചര്യം. സാറിന്റെ വീഡിയോകളും സാറിന്റെ ഇന്റർവ്യൂ ഇതൊക്കെ ഉം, ഉം. കണ്ടപ്പോഴാണ് കുറെ കൂടെ. അന്ന് നമ്മള് കൊറോണയുടെ ഇത് അതെ, വെച്ചിട്ട് അതെ. ഇങ്ങനെ ചെയ്താല് ഇങ്ങനെ അതിന്ന് ആകുമെന്നൊക്കെ രക്ഷപ്പെടാനാണ്. മാത്രം എന്നുള്ള ഒരു അതൊരു ചിന്താഗതി മാത്രം. അതൊരു പിന്നെ എന്താ പറയാ ശ്വാസകോശത്തിനുള്ള വ്യായാമം എന്നുള്ള ലെവലിലാണ് അന്ന് അത് ആ, പ്രാണായാമങ്ങളെ പ്രചരിച്ചത്. അതെ അതെ അതെ. അത് ആ സമയത്ത് ശ്വാസം ഒന്ന് ശക്തിപ്പെടും എന്നല്ലാതെ അതിന്റെ ഉം. അപ്പുറത്ത് ഒരുപാട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏഹ് എന്തായാലും ഒന്ന് ഒന്നുകൂടി എക്സ്പെർട്ട് ആക്കിയിട്ടുള്ള അങ്ങനെ ചെയ്താൽ മതി. അത് സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഇതാക്കാൻ പറ്റുമോ എന്നുള്ള, നമ്മളെ വേറെ ആരെ ഇനി ഇതാക്കണം എന്നുള്ളതാണ് ചോദിക്കണത്. ആ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ, ഓൺലൈനിൽ ക്ലാസ്സുകൾ ഉണ്ടല്ലോ. ഉണ്ടോ? ഓ അതിന് ഫീസൊക്കെ എങ്ങനെയാണ് സാറേ അതിന്റെ ഞാൻ ഇന്ന് വാട്സപ്പിൽ ഇട്ട് തരാം ഡീറ്റെയിൽസ് കേട്ടോ. ഡീറ്റെയിൽസ് എന്നിട്ട് ഞാൻ സമയം മാതിരി ഓക്കെ. എന്താന്ന് വെച്ചാൽ എനിക്കത് ചെയ്താൽ വളരെ ഒന്ന് മാറിക്കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ ആ ഞങ്ങളെ ഇതിലുള്ള ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ.
ഞാനൊരു മുസ്ലിം ഇതിൽപ്പെട്ട ഇതാണ്. അപ്പൊ ഇത് ഒരു ഓക്കെ ഓക്കെ. ഇതായിട്ട് കണ്ട് ചെയ്യാന്നല്ലാണ്ട് മറ്റുള്ള ഇതിലൊന്നും ഇത് നമുക്ക് സ്വകാര്യമായിട്ടുള്ള പ്രാക്ടീസ് ആണല്ലോ നമ്മളുടെ. അല്ല, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അത്രേ ഉള്ളൂ. നമ്മുടെ ഇതുമൊക്കെ ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്തേ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ കണക്കാക്കിയാൽ മതി. എന്താ ചെയ്യുന്നത്? ഞാന് പുറത്തായിരുന്നു സാറേ. കൊറോണ ടൈമിൽ പോന്നതാണ്. കുറെ ബിസിനസ് തകർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന്. അപ്പൊ അതിന്റെ സ്ട്രെസ്സും പിന്നെ ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആണില്ല മെന്റലി നമ്മള്. അപ്പൊ പലതും ഇതൊക്കെ കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതൊക്കെ ചെയ്യുമ്പോ ആദ്യമൊക്കെ തന്നെ നമുക്ക് അത്ര ഇതില്ല. ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കണം. മുകളിലേക്ക് നമ്മൾ ശരീരമെങ്കിലും കിട്ടിയാൽ മനസ്സും കിട്ടിയാൽ മതി, വേറെ ഒന്നും. അത് ശരിയാട്ടോ. പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അയച്ചു തരണം കേട്ടോ സാർ. നിയന്ത്രിക്കാനാവാത്ത കോപം, അമിതമായ ഉത്കണ്ഠ, വിഷാദം, വിട്ടുമാറാത്ത ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ, ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം. ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 9 മണി വരെ. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക. പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നു. ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക. വില 250 രൂപ.